ഇടതുപക്ഷ രാഷ്ട്രീയത്തെ, കമ്മ്യൂണിസത്തെ അല്പം ഭീതിയോടെ തന്നെ കാണേണ്ട ഒരു വാർത്തയാണ് ഇപ്പോൾ വടകരയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിൽ, മതങ്ങളെ തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് സംഘപരിവാർ സംഘടനകളാണ്. അവരുടെ വാക്കും അവരുടെ പ്രവൃത്തിയും എല്ലാ വർഗീയത നിറഞ്ഞതോ സാമുദായിക സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ളതോ ആണ്. പക്ഷേ കേരളത്തിൽ ആ ജോലി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് CPM ആണ്. അവരുടെ പോഷക സംഘടനകളാണ്. വടകരയിലെ കാഫിർ പ്രയോഗം അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി ഒരു നാടിനെ കുരുതി കൊടുക്കാൻ മടിയില്ലാത്തവരാണ് CPM നേതാക്കളും അവരുടെ അണികളും. അത് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ടുള്ള ഈ കേസ്. സത്യത്തിൽ CPMന് എന്താണ് പറ്റിയത്? എങ്ങനെയാണ് ഒരു തൊഴിലാളി പാർട്ടിക്ക് ഇത്ര വേഗത്തിൽ വർഗീയമായി മാറാൻ കഴിയുന്നത്, വർഗീയമായി ചിന്തിക്കാൻ കഴിയുന്നത്? ഇങ്ങനെ ഒരു വിവാദം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ, ഇല്ലാത്ത ഒരു കാര്യം പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് എപ്പോഴെങ്കിലും CPM നേതാക്കൾ ചിന്തിച്ചിട്ടുണ്ടാവും. ആ നാട്ടിലെ കുറച്ചു പേരെങ്കിലും ഇവർ ഈ പറഞ്ഞതെല്ലാം വിശ്വസിക്കാൻ സാധ്യത ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ CPM ഇത് പ്രചരിപ്പിച്ചത്? അതായത് ഒരു നാട് വർഗീയ ധ്രുവീകരണത്തിൽ വെന്തരിയട്ടെ, നമുക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കണം, നമുക്ക് MP ആകണം, നമ്മുടെ പാർട്ടി ജയിക്കണം, അതിനുവേണ്ടി എന്ത് വ്യാജ പ്രചരണവും ഞങ്ങൾ നടത്തും. ഇതാണ് CPM നൽകുന്ന മെസ്സേജ്. ഒരു പാർട്ടിയിൽ അണികൾക്ക് തെറ്റുപറ്റിയാൽ അത് തിരുത്താനാണ് നേതാക്കൾ. പക്ഷെ ഇവിടെ നേതാക്കളാണ് ഏറ്റവും കൂടുതൽ ഇത് ഏറ്റുപിടിച്ചതും പ്രചരിപ്പിച്ചതും. പത്രസമ്മേളനം നടത്തി പൊട്ടിക്കരഞ്ഞതൊക്കെ അവിടുത്തെ LDF സ്ഥാനാർത്ഥിയായിരുന്നു. മുൻ MLA ആണ് ഇത് പ്രചരിപ്പിച്ചത്. ഞങ്ങൾക്ക് CPMനോട് ചോദിക്കാനുള്ളത് ഇത്രമാത്രമാണ്: നിങ്ങൾക്ക് എന്താണ് മുസ്ലിങ്ങളോട് ഇത്ര വലിയ വിരോധം? മുസ്ലിങ്ങൾ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? നിങ്ങളുടെ നേതാക്കളും അണികളും ചെയ്യുന്നതും പറയുന്നതും ഒക്കെ പല കാര്യങ്ങളും മുസ്ലിം വിരുദ്ധമാണ്. ചന്ദ്രശേഖരനെ കൊന്നതിന് ശേഷം ഇന്നോവ കാറിൽ നിങ്ങൾ ഒട്ടിച്ച സ്റ്റിക്കർ മാഷാ അല്ലാ എന്നായിരുന്നു. പിന്നീട് മുസ്ലിം തീവ്രവാദ സംഘടനകളാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പ്രചരിപ്പിച്ചതും നിങ്ങളായിരുന്നു. കേരളത്തിൽ നടന്ന നിരവധി ജനകീയ സമരങ്ങൾ, ആ സമരങ്ങളെ മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ സമരം എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് നിങ്ങളായിരുന്നു. ഇങ്ങനെ തരാതരം അവസരം കിട്ടുമ്പോഴൊക്കെ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുക, പ്രകടിപ്പിക്കുക. ഇതൊക്കെ ഉള്ളിലുള്ള മുസ്ലിം വിരോധം അറിയാതെ പുറത്ത് ചാടുന്നതാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, വർഗീയത ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണെന്ന്. ആ നാണയത്തിൻ്റെ ഒരു വശമാകാനുള്ള ശ്രമം CPM നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. വടകരയിൽ നിങ്ങളുടെ ലക്ഷ്യം നിറവേറിയില്ല എങ്കിലും വർഗീയത പറഞ്ഞ് ചില തെരഞ്ഞെടുപ്പുകൾ പക്ഷേ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുമായിരിക്കാം. പക്ഷെ നിങ്ങൾ നടത്തുന്ന ഈ വർഗീയ പ്രചരണമുണ്ടല്ലോ, അത് ഈ നാടിനെ കുരുതി കൊടുക്കും. അത് മറക്കരുത്. CPM എന്ന് പറയുന്നത് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ്. എല്ലാ ജാതി മത വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു മതേതര പ്രസ്ഥാനമാണ് CPM എന്നാണ് ഇതുവരെ നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. ആ മതേതര പ്രസ്ഥാനത്തിൻ്റെ വായിൽ നിന്നാണ്, അവരുടെ അണികളിൽ നിന്നാണ് ഇങ്ങനെയുള്ള സ്ക്രീൻഷോട്ടുകൾ വരുന്നത്. നിങ്ങളുടെ നേതാക്കളിൽ നിന്നാണ് ഒരു സമുദായത്തിനെതിരെയുള്ള പ്രസ്താവനകൾ വരുന്നത്. 25 വർഷത്തിന് ശേഷം കേരളം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകുമെന്ന് പ്രഖ്യാപിച്ചത് നിങ്ങളുടെ ഏറ്റവും തലമുതിർന്ന നേതാവായിരുന്നു. മലപ്പുറത്തെ കുട്ടികൾ കോപ്പിയടിച്ചാണ് പരീക്ഷ ജയിക്കുന്നത് എന്ന് പറഞ്ഞതും നിങ്ങളുടെ നേതാക്കളായിരുന്നു. അതുപോലെ എത്രയോ കഥകൾ, എത്രയോ പ്രചരണങ്ങൾ, വ്യാജമായ പ്രചരണങ്ങൾ ഒരു സമുദായത്തിന് നേരെ അഴിച്ചു വിടുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, കേരളത്തിലെ CPM ആണ്. എന്തുകൊണ്ടാണ് CPM അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ ഇടതുപക്ഷവും ഈ കമ്മ്യൂണിസവും ഈ തൊഴിലാളി വർഗ പ്രത്യയ ശാസ്ത്രവും ഒക്കെ വിട്ട് നിങ്ങൾ വർഗീയതയെ പുണരുന്നുണ്ടോ എന്ന് ന്യായമായും കേരളത്തിലെ ജനങ്ങൾ സംശയിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഭാഗമാണ് നിങ്ങളുടെ നേതാക്കന്മാരുടെ മനസ്സിനകത്ത് അടിഞ്ഞുകൂടിയ മുസ്ലിം വിരോധമാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത് എന്നാണ് കേരളീയ പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നത്. നിങ്ങളുടെ അണികളായി നിൽക്കുന്ന ആളുകൾക്ക്, നിങ്ങളുടെ അടിമകളായി നിൽക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അത് മനസ്സിലായി എന്ന് വരില്ല. അവർക്കൊക്കെ അധികാരമാണ് ആവശ്യം. അവർക്കൊക്കെ ചില ലക്ഷ്യങ്ങളുണ്ട് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നതിന്, നിങ്ങളുടെ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നതിന് അവർക്കൊക്കെ ചില ലക്ഷ്യങ്ങൾ ഉണ്ട്. അവർക്കൊക്കെ ചില കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. അത്തരം ആളുകൾക്കൊന്നും ഇത് മനസ്സിലാകില്ല. പക്ഷേ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും CPMന്റെ ഈ കപട മതനിരപേക്ഷ സ്വഭാവത്തെപ്പറ്റി മനസ്സിലാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധത അടിഞ്ഞുകൂടിയ ഒരു പ്രസ്ഥാനമായിട്ട് CPM മാറിയിരിക്കുന്നു.